ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ഹരേ കൃഷ്ണ. സജ്ജനങ്ങളെ, ധന്യാത്മാക്കളെ, എല്ലാവർക്കും പ്രണാമം. ഇന്ന് കേരളം മുഴുവൻ ധർമ്മത്തിൻ്റെ മൂർത്തിമത് സ്വരൂപമായിട്ടുള്ള മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ രാമായണത്തിനെ പാരായണം ചെയ്യുന്ന ദിവസമാണ് കർക്കിടകം 1-ാം തീയതി. കേരളത്തിലാണ് കൂടുതൽ പ്രാധാന്യം. നമ്മൾ കൂടുതലും തുഞ്ചത്ത് എഴുത്തച്ഛൻ ആചാര്യൻ്റെ കിളിപ്പാട്ട് മലയാളം രാമായണമാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഋഷി പ്രോക്തമായിട്ടുള്ളത് അതല്ല. അത് ആദികവി വാൽമീകി മഹർഷി എഴുതിയിട്ടുള്ള വാൽമീകി രാമായണം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. എന്നിരുന്നാലും കിളിപ്പാട്ടിനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്, ഭക്തിരസമുണ്ട്. പരമാവധി ജീവിത തിരക്കിനിടയിൽ കിട്ടുന്ന ഒരു 5 മിനിറ്റെങ്കിലും ഓരോ ദിവസവും ഈ മാസം കഴിയുന്നത് വരെ ഓരോ അധ്യായമെങ്കിലും രാമായണത്തിനെ പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഭഗവാൻ നിങ്ങളെ തോന്നിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണം എന്ന് പറയുന്നത് കർക്കിടകത്തിൽ മാത്രം വായിക്കേണ്ട ഒന്നല്ല. എല്ലാ മാസവും വായിക്കേണ്ടതാണ്. വായിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. സഹോദര ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. അനേകം തത്വങ്ങളും വാക്യങ്ങളും ഉപദേശങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു സമുദ്രം തന്നെയാണ് രാമായണം എന്നതിൽ സംശയമില്ല. രാമചന്ദ്രപ്രഭുവിനെ കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ രാമായണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഏതൊരു രാമനാമത്തിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണോ ആഞ്ജനേയസ്വാമിക്ക് കടൽ കടന്ന് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്നും ശ്രീലങ്കയിലേക്ക് കടക്കാൻ സാധിച്ചത്, ആ രാമനാമത്തിൻ്റെ ശക്തി വളരെ മഹത്തരമാണ് എന്ന് മനസ്സിലാക്കുക. എന്താണ് നിൻ്റെ ബലം എന്ന് ചോദിച്ച സമയത്ത് രാവണനോട് പറഞ്ഞു ആഞ്ജനേയൻ, രാമനാണ് എൻ്റെ ബലം, രാമനാമമാണ് എൻ്റെ ബലം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ പ്രഭുവിൻ്റെ നാമം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് ആ രാമദാസൻ പറഞ്ഞു. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജി സ്വപ്നം കണ്ടത് ഈ രാമരാജ്യമായിരുന്നു. ശ്രീരാമചന്ദ്രൻ്റെ ഭരണം ലോകത്ത് എല്ലാവർക്കും മാതൃകയാണ്. സെമിറ്റിക് മതങ്ങളിലൊക്കെ പറയുന്ന പല രാജാക്കന്മാരുടെ ഭരണത്തെക്കുറിച്ചൊക്കെ മഹത്വവൽക്കരിച്ച് അവർ പറയാറുണ്ടെങ്കിലും ആദ്യം ഉണ്ടായിട്ടുള്ള കാവ്യം, ആദികാവ്യമാണ്
ലോകത്തിൽ തന്നെ രാമായണം, വാൽമീകി രാമായണം എന്നും അതിലെ ആ ധർമ്മത്തിൻ്റെ മൂർത്തിമൽഭാവമായിട്ടുള്ള ധർമ്മത്തിനെയും സത്യത്തിനെയും ഒരിക്കലും കൈവിടാതെ പ്രജകളെ പരിപാലിച്ച രാമചന്ദ്ര പ്രഭുവാണ് ലോകത്തിലെ നമ്പർ 1 ചക്രവർത്തി എന്നും നിങ്ങൾ മനസ്സിലാക്കുക. മഹാവിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയായിരുന്നു ശ്രീരാമചന്ദ്രസ്വാമി. ലക്ഷ്മി മാതാവാണ് സീതയായിട്ട് വന്നത്. മഹാദേവൻ്റെ അവതാരമാണ് ആഞ്ജനേയൻ. ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരൊക്കെ ശംഖുചക്ര തുടങ്ങിയിട്ടുള്ള വിഭൂതികളുടെ അവതാരങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഈ അവസരത്തിൽ ഇവരൊന്നും മനുഷ്യരല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അയോധ്യയിൽ രാമക്ഷേത്രം കൂടി വന്ന വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വൈദേശിക ശക്തികൾ, മുഗളന്മാർ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള രാമൻ്റെ മന്ദിരം സെമിറ്റിക് മതങ്ങളുടെ അനുയായികളായിട്ടുള്ള വൈദേശിക മുഗൾ രാജാക്കന്മാരത് തകർത്തു, നശിപ്പിച്ചു. അല്ലെങ്കിൽ നശിപ്പിക്കാൻ മാത്രമല്ലേ അവർ പഠിച്ചിട്ടുള്ളൂ. അതിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. പറ്റുന്ന ആളുകളൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അയോധ്യയിൽ പോയിട്ട് പ്രഭുവിനെ ദർശനം നടത്തുക വളരെ വിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക. മതജാതി ഭേദം ഇല്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നിങ്ങളെ കുടുംബത്തിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നാരായണ ഗുരുവായൂരപ്പ. ഹരേ കൃഷ്ണ.